നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒക്ടോബർ മാസത്തിലെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുള്ള അർജന്റീനയുടെ സ്ക്വാഡ് ഉടൻ പുറത്തുവിടും. അവരുടെ പ്ലാനുകൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അർജന്റീൻ മാധ്യമപ്രവർത്തകൻ ഗാസ് നെഡൂൽ അത് പുറത്തുവിടുന്നുണ്ട്. അവരുടെ ഒക്ടോബർ മാസത്തിലെ 2 മത്സരങ്ങൾ, ആദ്യ മത്സരം ഒക്ടോബർ 10 വെനിസ്വേലയ്ക്കെതിരെ മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലാണ്. ഒക്ടോബർ 10 എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം ഒക്ടോബർ 11 പുലർച്ചെ 5:30 AM ആ കളി നടക്കുന്നത്. രണ്ടാമത്തെ കളി ഒക്ടോബർ 13 ഇന്ത്യൻ സമയം ഒക്ടോബർ 14 പുലർച്ചെ 4:30 പ്യൂട്ടോറിക്കോക്കെതിരെയാണ് ആ കളി. അപ്പോൾ വെനിസ്വേലയും പ്യൂട്ടോറിക്കോയുമാണ് അവരുടെ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ എതിരാളികൾ. വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളൊക്കെ ലാറ്റിൻ അമേരിക്കയിൽ കഴിഞ്ഞു. ഇനി ടീമുകൾ അവിടെ ഫ്രണ്ട്ലി മത്സരങ്ങളിലേക്കാണ് പോവുക. അപ്പോൾ ഒക്ടോബറിൽ 2 മത്സരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നവംബറിൽ ഒരു കളി അങ്കോളയിലും മറ്റൊന്ന് നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലുമാണ്. അതിനുള്ള ടീമും മറ്റുമൊക്കെ പിന്നീട് പ്രഖ്യാപിക്കും. ഏതായാലും ഈ ഒക്ടോബർ മാസത്തിലെ മത്സരങ്ങളുടെ ക്രമീകരണങ്ങളും ടീം എപ്പോൾ പ്രഖ്യാപിക്കുമെന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഗാസ് നെഡൂൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: അർജന്റീന ദേശീയ ടീമിൻ്റെ സ്ക്വാഡ് ഒക്ടോബറിലെ ഫിഫ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് ഈ ആഴ്ച പ്രഖ്യാപിക്കും എന്ന് പറയുമ്പോൾ ഈ ആഴ്ച പ്രഖ്യാപിക്കും. അതായത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം ലിയോ മെസ്സി അടക്കമുള്ള ആ സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത്. പിന്നെ ദേശീയ ടീമിൻ്റെ ട്രെയിനിങ് ആരംഭിക്കുന്ന ഒക്ടോബർ 6 ഒക്ടോബർ 6 ട്രെയിനിങ് ആരംഭിക്കും. മയാമിയിലാണ് ട്രെയിനിങ് നടക്കുക. മയാമിയിൽ തന്നെയാണ് ആദ്യ മത്സരം. ഒക്ടോബർ 10 ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ അർജന്റീന വേഴ്സസ് വെനിസ്വേല പോരാട്ടം. അപ്പോൾ അതാണ് കാര്യങ്ങൾ, വളരെ കൃത്യമാണ്. അർജന്റീനയിൽ ബ്യൂണസ് അയേഴ്സിലാണ്, എസൈസ പ്രോപ്പർട്ടിയിലൊക്കെയാണ് സാധാരണഗതിയിൽ അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ ഉണ്ടാകുമ്പോൾ അവരുടെ ടീം ക്യാമ്പ് ഉണ്ടാവുക. പക്ഷേ ഇത്തവണ ഫ്രണ്ട്ലി മത്സരമാണ്, US വെച്ചിട്ടാണ് കളികൾ. അതുകൊണ്ട് മയാമിയിലാണ് അവരുടെ ടീമിൻ്റെ ക്യാമ്പ് ഇത്തവണ നടക്കാൻ പോകുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.